വല്ലതും കിട്ടിയോ? ഇത് നോക്കിയേ, നമ്മുടെ മമ്മൂട്ടീന്റെ പടത്തിലില്ലേ മേരിയും പിള്ളേരും കൂടി താമസിച്ച സ്ഥലമാണത്. അതില് ഇത് നോക്കിയാ ആ ഭാഗത്ത് ഫുള്ള് ചീന വല ഉണ്ടാ നോക്കിയാ 1 2 3 4 5 അതാ വാ. ഷിൻസാറിന്ന് മൂഡ് ഔട്ടാണ്, എന്താന്ന് പറ്റിയാ അറിയില്ല. കോളിലൊക്കെയാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമത്തിലാണ്. കൂട്ടുകാരെ, അപ്പൊ ഇന്നേ ഞങ്ങളുടെ ഡൈവൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പൊ സമയം ഇപ്പൊ ഒരു 5 മണിയല്ലേ. നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് ബീച്ച് ഭാഗങ്ങളൊക്കെ കറങ്ങാൻ പോവാട്ടോ. ബീച്ച് ഭാഗങ്ങളൊക്കെ കാണി അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരെന്താ ചാമ്പങ്ങ വലിക്കുകയാണ്. ഇതാ ചാമ്പങ്ങ കണ്ടില്ലേ, നല്ല വലിയ വലിയ ചാമ്പങ്ങ ഉണ്ടോ നോക്കിയേ. നോക്ക് ചാമ്പങ്ങ കാണിച്ചു കൊടുക്ക്. ഇതാ പക്ഷെ അത് കേട് വന്നാ പോണു കേട്ടോ. അടുത്ത് വരും. അപ്പൊ നമ്മുടെ ഒരു കലാപരിപാടിയാണ്. നമ്മളെ ഡൈവൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ചാമ്പങ്ങ വലിച്ച് തിന്നലാണ് കേട്ടോ മെയിൻ. നോക്കിയേ വെള്ള കളറ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചാമ്പങ്ങ ഉണ്ടാവാറ്. അപ്പൊ ഇവിടെ വലിയ ചാമ്പങ്ങയാണ് കേട്ടോ. ഇങ്ങനത്തെ ചാമ്പങ്ങ ഉള്ളവര് ഒന്ന് അറിയിക്കുക. വേണ്ടവര്. അപ്പൊ അതാണ്ട് നമ്മുടെ അക്കാദമിയില് നമ്മുടെ സാറ് കൂത്തുകാരിയാണ്. അതീസ് സാറ് പണിയെടുക്കുകയാണ് കണ്ടോ. പാവം ഇവിടെ വന്നാലും പണിയെടുപ്പാ. അതീസ് സാറിന് എപ്പോഴും ഇവിടെ വൃത്തിയായിട്ടിരിക്കണം, അതാണ്. ഇതാണ്ടോ നമ്മുടെ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആള് ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ തന്നെ വന്നപ്പോ എനിക്ക് പരിചയമുള്ള ഒരേ ഒരാള് അതീസ് സാറാണ് ഇവിടെ വന്നപ്പോ. ആളുടെ അടുത്തും പറഞ്ഞ് ഞങ്ങള് ബീച്ചൊക്കെ കാണാൻ വേണ്ടി പോവാണ്, ബീച്ചിന്റെ ഭാഗങ്ങള്. പിന്നെ അവിടെ പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കുന്ന ഇടനാഴിയാണ്. അപ്പൊ ഇവിടെ എപ്പോഴും ഫോട്ടോസ്, വെഡിങ് ഷൂട്ട്, അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നോക്കിയേ, ഇപ്പൊ തന്നെ നിറയെ ആൾക്കാർ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ടോ. ബിൽഡിംഗൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതിന്റെ കളറാണ് അതിനെ എടുത്തറിയിക്കുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലെ ചെടികളൊക്കെ വളർത്തിയിട്ട് അതിന് പ്രത്യേക അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. സിൻസാറാണെങ്കിൽ ബാക്കിലേക്ക് പോയി, എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് അല്ലേ. പ്രവീണ്ട നമ്മുടെ സഹപ്രവർത്തകരാണ്, കൊളീഗാണ്. ഇതൊക്കെ വീടാണോ എന്നൊരു സംശയമുണ്ട്. അതോ കഫേ ആണോ? അത് അവിടെയൊക്കെ ഫുള്ള് അതാട്ടോ, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഓരോരുത്തര്. അപ്പൊ നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. നോക്കിയേ, വീട്ടിന്റെ മുന്നിൽ കണ്ടില്ലേ. അതാ ഇതിന്റെ ഉള്ളില് പെയിന്റിങ്സ് ആണ്. നോക്കിയേ, കണ്ടോ പെയിന്റിങ്സ്. ഫീൽ ഫ്രീ ടു എൻ്റർ. വേണ്ട. ചെറിയ ചാറ്റൽ മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഈ റോഡിലേ ഫുള്ള് ഫോട്ടോ സെഷനാണ്. നമ്മുടെ മാരേജ് അല്ലാതെ സേവ് ദ ഡേറ്റ് അങ്ങനെ പല ഫോട്ടോ സെഷൻ ഇവിടെ വരുന്നുണ്ട്. അല്ലാതെ ഫോട്ടോ സെഷൻ വരുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. നമ്മുടെ മൂപ്പരൊക്കെ ഫോട്ടോ എടുത്തു, ഞാൻ എടുത്തിട്ടില്ല. നേരത്തെ വന്നിട്ട് ഫോട്ടോ എടുത്തു. അപ്പൊ നമ്മൾ പീറ്റർ സ്റ്റെല്ലി സ്ട്രീറ്റിലാണ്. സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് അതാണ്ടോ ഓക്കെ, ടൂറിസ്റ്റ് ഹോം. അവിടെയൊക്കെ മൂന്നും കൂടി ഇതൊക്കെ ഇതില്ലേ, ഇതൊക്കെ രാത്രി കാണാൻ നല്ല രസമാണ്. രാത്രി ഒരു വേറൊരു വൈബ്, പകലൊരു വേറൊരു വൈബ്, അങ്ങനെയാണേ. അപ്പൊ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ പോവാം. പിന്നെ ഇവിടുത്തെ ഇതില് പോവാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയെ, എല്ലാ റോഡും കണക്റ്റഡ് ആണ്. അപ്പൊ ഏത് റോഡിൽ കൂടെ പോയാലും നമ്മൾ ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ എത്തുക. അപ്പൊ ഇതോട് ബീച്ചിന്റെ ഓരാണ്. വെറൈറ്റി ഡ്രസ്സുകളാണ്. ഇവര് ഫുള്ള് നോർത്ത് ഇന്ത്യൻസിനും യൂറോപ്യൻസിനും മാത്രം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വെച്ചിരിക്കുന്നത്. ആഹാ, സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതില്, പ്രത്യേക അല്ലേ സൗണ്ട്. പ്രത്യേക ഇൻസ്ട്രുമെന്റ് ആണ്, നമ്മള് ചെണ്ട പോലത്തെ. പക്ഷെ നമ്മള് കണ്ടത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയില്ല. അതെ, പണിയായോ? ഓക്കെ,
തുണിക്കട. പിന്നെ ഇതാ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ ആന്റിക് കളക്ഷൻ ഉണ്ടോ, ആന്റിക് കളക്ഷൻ. നമ്മളത് അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളിൽ പോലീസുകാരനൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ക്രമസമാധാനം പാലിപ്പിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രശ്നമുള്ള ഏരിയ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല, ടൂറിസ്റ്റുകൾക്ക് അവർക്ക് വഴിയൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് വേണ്ടിട്ടാ കൂടുതലായിട്ട്. ഓക്കെ. ഇവിടെ ടൂറിസം പോലീസ് എന്നും പറഞ്ഞ് വേറെ ഉണ്ട്. പിന്നെ ഇതാണ്ടോ വാസ്കോഡ് ഗാമ പള്ളിയുടെ പുറകുവശാണ്. ഇതാണ്ടോ ബിഗ് ബീന്റെ വീട് ഏതാ ഇതാ വാസ്കോഡ് ഗാമ പള്ളി. നമ്മളൊക്കെ ചരിത്ര രേഖകളൊക്കെ വായിച്ചിട്ടില്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് അല്ലെ, കേരളത്തിലേക്കല്ലേ ആദ്യം അല്ലെ വിദേശി കപ്പലിറങ്ങിയത് അല്ലെ, കപ്പലിൽ വന്ന ആള്. ഇത് നോക്കിയേ, നമ്മുടെ മമ്മൂട്ടീന്റെ പടത്തിലില്ലേ മേരിയും പിള്ളേരും കൂടി താമസിച്ച സ്ഥലമാണിത്. അതിൽ ഫുള്ള് ഫോട്ടോ സെഷനാണ്. അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, റൂമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വാസ്കോ ഹോം സ്റ്റേ എന്നാണ് ഇപ്പൊ കാണുന്നത്, കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേര് വാസ്കോ ഹോം സ്റ്റേ ആണ്. ഇതിൽ നോക്കിയേ, അപ്പൊ ഇതിലാണ് മമ്മൂട്ടി ഒക്കെ നടന്നു വന്നിട്ടുള്ള സീന്. അപ്പൊ ഈ സ്റ്റെപ്പാണ് കേട്ടത്. ഇത് മൂന്നുംകൂടി ജംഗ്ഷന്റെ വാസ്കോ, ഇത് വാസ്കോ പള്ളീന്റെ തൊട്ട് ബാക്കിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ ബിഗ് ബീന്റെ സീൻ എടുത്ത ഭാഗത്തു നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടാ. ഏത് ഫോട്ടോ എടുക്കാനാ? അപ്പൊ നമ്മുടെ പ്രവീണിന് അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നാ പറയുന്നത്. അപ്പൊ നല്ല ജനലൊക്കെ നോക്കിയേ, ജനലിന്റെ പുറത്ത് കമ്പി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കണ നോക്കിയേ. സത്യത്തില് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ആരും അകത്ത് ചെല്ലരുതെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അതൊരു നല്ല ഡിസൈൻ ആയിട്ടാ നോക്കിയേ. എല്ലാ ജനലിലും ഉണ്ട്. കൊച്ചിനെ ഒന്നും കൂടി മനോഹരമാക്കുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ആല് കാര്യങ്ങള് എല്ലാം. കല്ലൊക്കെ പാകിയിരിക്കുന്നുണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടില്ലേ. വാസ്കോഡ് ഗാമനെ അടക്കം ചെയ്ത പള്ളിയാണ് കേട്ടാ. അപ്പൊ ആ അടക്കം ചെയ്ത പള്ളീന്റെ സൈഡിൽ കൂടെയാണ് പോണത്. അപ്പൊ അതിന്റെ മുൻവശം ഞങ്ങൾക്ക് കാണിച്ചു തരാം. വാസ്കോഡ് ഗാമ സ്ക്വയർ എന്നാണ്, പക്ഷെ അങ്ങോട്ടാണ് തോന്നുന്നു സ്ക്വയർ എന്ന് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ വാസ്കോഡ് ഗാമ പള്ളി. വാസ്കോഡ് ഗാമേനെ അടക്കം ചെയ്ത പള്ളി ഇതാണ് കേട്ടോ. അതിന്റെ ഫ്രണ്ടില് ഗേറ്റ് ക്ലോസ് ആണ്. ഗേറ്റ് കണ്ടില്ലേ, ക്ലോസ് ആണ്. അപ്പൊ ഇതിന് അതാ ഇവിടെ വെച്ചിട്ട് ഇതല്ലേ അടക്കം ചെയ്ത്, ഇതാണോ? ഉള്ളിലാണോ അടക്കം ചെയ്ത്? പക്ഷെ അതിലേക്ക് ക്ലോസ് ആണല്ലോ. നിലവിൽ അത് ക്ലോസ് ആണ്. അതാ ഇതാണ് കേട്ടോ പള്ളി, വാസ്കോഡ് ഗാമ പള്ളി. അതെ. പിന്നെ വാസ്കോഡ് ഗാമേനെ ഇവിടെയാണ് അടക്കം ചെയ്ത പള്ളി ഉള്ളത്. പക്ഷേ ഇത് എത്രയോ കാലത്തിന് ശേഷം ഈ വാസ്കോഡ് ഗാമേന്റെ ശവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി എടുത്തിട്ട് പോയി, നമ്മുടെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്തിട്ട് പോയി. അപ്പൊ ഇവിടെ പിന്നീട് ഇവിടെ അവശിഷ്ടങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതാട്ടോ കേരള ആർക്കിയോളജിന്റെ ബാസ്റ്റൺ ബംഗ്ലാവ് ആണ് കേട്ടോ. സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ 4:30. അതാണ് ഇതപ്പോ ബാസ്റ്റൺ ബംഗ്ലാവ്. ഇപ്പൊ നമ്മള് ക്ലോസ് ആണ്. ഇപ്പൊ 4:30 വരെ ഉള്ളൂ. അതിന്റെ ഉൾവശം ഏകദേശം എന്താണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ പോയാൽ എല്ലാം കാണാൻ പറ്റും. നമ്മള് വിസിറ്റിംഗ് സമയം കഴിഞ്ഞു കേട്ടാ, അതുകൊണ്ടാണ്. അപ്പൊ ഇനി ഒരു ദിവസം അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ബാസ്റ്റൺ ബംഗ്ലാവ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ബീച്ചിന്റെ ഏകദേശം ഓരത്തെത്തി, ബീച്ചിന്റെ അടുത്താണ്, തൊട്ടപ്പുറത്ത് ബീച്ചാണ്. അവിടെ വരെ വണ്ടി കേട്ടോ, അവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ പാർക്കിംഗ് ആണ്. തലവരെയുണ്ട് നോക്കിയേ. അപ്പൊ ഞങ്ങളിവിടെ വീഡിയോ എടുക്കാൻ 2 തവണ വന്നു കേട്ടോ ഇതുവരെയായിട്ട്. അന്ന് പക്ഷെ രാത്രി നൈറ്റ് ഒക്കെ ആയതുകൊണ്ട് അപ്പൊ അധികം ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വന്നത് കേട്ടോ. ഷിൻസാറിന് മൂഡ് ഔട്ട് ആണ്, എന്താന്ന് പറ്റിയാ അറിയില്ല. കോളിലൊക്കെയാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ അതാണ് ഫോർട്ട് കൊച്ചി. ഇതല്ലേ ശരിക്കും ബീച്ച്? ഇതന്നെയല്ലേ കറക്റ്റ്? അപ്പൊ ഫോർട്ട് കൊച്ചി ബീച്ച് ഇവിടുന്ന് വായ. അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാം.
ഇന്നിപ്പോ അത്യാവശ്യം തിരക്കുണ്ട്. ഒഴിവ് ദിവസമല്ല. അപ്പൊ അത് അവിടുന്ന് മുതലാണ് ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആൾക്കാര് നടന്ന് പോവാം ആ തല വരെ. കൂട്ടുകാരെ, ഇവിടെ നിറയെ ആൾക്കാർ കൂടിയുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതെവിടെ നോക്കിയാൽ ചെറിയൊരു ബോട്ട് ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പാറി നടക്കുകയാണ്. അപ്പം അതിലൊരു തിരി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിരി തെളിയിച്ചതിൻ്റെ പവറിലാണ് അതിങ്ങനെ പോകുന്നത്. ഈ ഭാഗത്ത് എത്തിയപ്പോഴേക്കും കുറച്ച് തിരക്ക് കാണുന്നുണ്ട് കേട്ടോ ആൾക്കാരുടെ. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നത് ബംഗാളികളൊക്കെ നിറയെ പേര് ആൾക്കാരെ കാണുന്നുണ്ട്. പ്രവീൺ അങ്ങനെ കമ്മല് നോക്കാൻ പോയിട്ട്. പ്രവീണിന്റെ കമ്മല് വൈഫിനാണ് കമ്മല്. ആ കൊടുക്കണം. നീ എടുത്തുകൊണ്ട് ഈ വീഡിയോയിൽ കാണും. ആ ഹാപ്പി ഓക്കെ. കേരള സെ പിന്നെ എന്നെയും കണ്ട ബംഗാളി വ്ളോഗ് ഹിന്ദി അറിയില്ല മലയാളി. അതാ വാലേ വാ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ഇത്രയും നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഫോട്ടോസിൽ അടിപൊളി കേന്ദ്രമാണ്, ബീച്ചാണ്. പക്ഷെ ഇവിടെ മൊത്തം വേസ്റ്റ് ആണ് കേട്ടോ. അതൊന്ന് ശരിയാക്കിയിട്ടില്ല അവര്. ഇത് നോക്കിയാ ആ ഭാഗത്ത് ഫുള്ള് ചീനവല ഉണ്ടോ നോക്കിയാ. 1 2 3 4 5 6 7 അങ്ങനെ നീണ്ടു കിടക്കാണ് ചീനവല. അത് അപ്പുറത്ത് മറ്റേ ഫെറി ബോട്ട് പോകുന്നുണ്ട്. ഇവിടെ മൊത്തം നല്ല രസമുണ്ട്. ഈ ഭാഗത്ത് നല്ല രസമുണ്ട് കേട്ടോ. അത് ആ വല നമുക്ക് വീശുവല ഇടുന്ന് കാണിച്ചു തരാം. ഇതാ 2 ആൾക്കാര് കടലിൽ പോയിട്ട് ഇതാ തെരയിൽ പോയിട്ട് വലയിട്ട് മീൻ പിടിക്കാം കേട്ടോ. ഇതാ ആരാ ഇത് അവിടെ ഉണ്ട് കേട്ടോ 2 പേര്. ഇയാള് വല ശരിയാക്കണുള്ളൂ. മറ്റേയാളതാ വല ശരിയാക്കി ഇതാ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വല്ലതും കിട്ടിയോ? കൊറേ വീശിയാലല്ലേ എന്തേലും കിട്ടുള്ളൂ. ഇല്ല. ഇതാ ആൾക്ക് ചേട്ടന് വല്ലതും കിട്ടിയാ? ചേട്ടനും കിട്ടിയില്ല. എവിടെ ആർക്കും കിട്ടിയില്ല. ഇതാ നനയാനുള്ള ഉദ്ദേശമില്ല. അവിടെ 2 പേര് വല എടുത്തിട്ട് വന്നു. പക്ഷെ അവർക്കാർക്കും കിട്ടില്ല. ഇനിയിപ്പോ അയാൾക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അയാള് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നൂട്ടാ കടലിൽ നോക്കിയിട്ട്. ഇവിടെ ശാന്തമായിട്ട് ഇരിക്കുമ്പോ കടലിൽ നോക്കിയിട്ട് ഇരിക്കുമ്പോ നല്ല രസമാണ്. ആ കാറ്റും രാത്രിയിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോ. അല്ല ശരി സാറേ.